ഒരു കുഞ്ഞു കഥയുണ്ടായിരുന്നു. കഥ ഇത്രയേ ഉള്ളൂ. ഭർത്താവ് വളരെ സന്തോഷത്തോടുകൂടി, ഭാര്യയും ഭർത്താവും കൂടി കഴിഞ്ഞിരുന്നൊരു കുടുംബം വളരെ സന്തോഷത്തോടുകൂടി കഴിയുമ്പോൾ ഒരു ദിവസം വൈകുന്നേരം ഭർത്താവ് എത്തുമ്പോൾ മറ്റൊരു വഴിയിലൂടെ ഒരു അപരിചിതൻ കടന്നു പോകുന്നു. അപ്പോൾ ഇത് കണ്ടിട്ട് ഭാര്യയെ പെട്ടെന്ന് സംശയം തോന്നുകയാണ് ഈ ഭർത്താവിന്. പക്ഷേ എന്നാൽ ഭാര്യയോടുള്ള സ്നേഹം കാരണം അങ്ങോട്ട് തുറന്ന് ചോദിക്കാനും പറ്റുന്നില്ല. ആ രാത്രി മുഴുവൻ ഭർത്താവ് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. ഭാര്യയോട് ഒരു വാക്ക് ചോദിക്കാൻ അയാളുടെ ഈഗോ അനുവദിക്കുന്നുമില്ല. എന്നാൽ എങ്ങനെയാണ് ഈ ഭാര്യയെ സംശയിക്കുക? പക്ഷേ അയാൾ ആരായിരിക്കും? ഒരുപാട് കഥകൾ. ബാല്യകാലത്തിലെ കൂട്ടുകാരനാണോ, അതല്ല മറ്റേതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങളുണ്ടോ ഭാര്യയ്ക്ക്? ഇങ്ങനെ സംശയിച്ച് രാത്രി മുഴുവൻ ഉറങ്ങാതെ ഈ ഭർത്താവ് കഴിച്ചുകൂട്ടി. ഭാര്യ സുന്ദരമായിട്ട് ഉറങ്ങുകയും ചെയ്തു. രാത്രി ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഭാര്യ കിടന്നുറങ്ങുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെ ഇയാൾ കണ്ണു തുറന്നപ്പോൾ കാണുന്നത് വിവാഹ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് ഈ ഭാര്യ തന്റെ മുന്നിൽ ഒരു ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഡേ എന്ന വിശ്വസമായിട്ട് നിൽക്കുന്നതാണ്. അപ്പോഴാണ് അയാളുടെ കണ്ണ് തുറന്നത്. അയാൾക്കപ്പോൾ മനസ്സിലായി, ഇന്നലെ രാത്രി അയാൾ വന്ന് കണ്ടത് ഈ വസ്ത്രം പുതുതായിട്ട് ധരിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് തയ്പ്പിച്ചുകൊണ്ട് വന്ന തുന്നൽക്കാരനാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അത് ഭർത്താവിനെ അറിയിക്കാൻ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയാണ് ഭാര്യ ഇത് ചെയ്തത്. ഒരു രാത്രി മുഴുവൻ അയാൾ ഉറക്കമിളച്ചുകൊണ്ടേയിരുന്നു. പലപ്പോഴും സംശയിക്കുന്നവരുടെ സ്വഭാവം അതായിരിക്കും. മനസ്സിങ്ങനെ പൂരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അയാൾ പോയതെന്തിനായിരിക്കും, അവൾ പോയതെന്തിനായിരിക്കും, ആരാണത്, എന്താണത്, എത്ര കോളുകൾ, എത്ര ഇൻസ്റ്റാഗ്രാം ചാറ്റുകൾ. ഇതെപ്പോഴും മനസ്സിങ്ങനെ കഥകൾ ഉണ്ടാക്കി പൂരിപ്പിച്ചുകൊണ്ടേയിരിക്കും. സംശയത്തിന്റെ ഒരു പൊരി വീണാൽ മതി, ഉറക്കം നഷ്ടപ്പെടും, ജീവിതം നഷ്ടപ്പെടും.